ശ്രീ സി കെ രവിശങ്കർ, ഇപ്പോൾ ഈ കൊടിമര മാറ്റിയ കേസ് കൂടി SITയുടെ പരിധിയിലേക്ക് വരികയാണ്. പക്ഷേ അപ്പോൾ പോലും ഉയരുന്ന ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 തവണ കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. അപ്പോൾ സോണിയയിലേക്ക് ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തത്? അത് നേരത്തെ പറഞ്ഞതുപോലെ, നന്ദു സൂചിപ്പിച്ചതുപോലെ, ഒരു അന്തർധാരയുണ്ടോ CPM-ഉം കോൺഗ്രസുമായി ഇക്കാര്യത്തിൽ? CPM-ഉം കോൺഗ്രസുമായി എന്ത് അന്തർധാര? സോണിയാഗാന്ധിയിലേക്ക് ഈ SIT എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നിയന്ത്രിക്കാമല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിന് കൃത്യമായി സോണിയാഗാന്ധി എന്നല്ല ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പോറ്റി കുറേ ദിവസമായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സോണിയയുമായുള്ള ഒരു ബന്ധം ചോദിച്ചറിയാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല, SIT തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഏറ്റവും ഒടുവിൽ സമർപ്പിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടിൽ പോലും അത്തരത്തിലൊരു പരാമർശമില്ലല്ലോ. അങ്ങയുടെ ശരിയായ ധാരണയല്ല, അത് അങ്ങയുടെ ശരിയായ ധാരണയല്ല. ഇതുവരെ സോണിയയുമായുള്ള ബന്ധം ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? വ്യക്തമായ റിപ്പോർട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? അയാളെ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കുമ്പോ അത് മനസ്സിലാവുമല്ലോ അങ്ങേക്ക്. ഞാൻ പറഞ്ഞോട്ടെ. അയാളെ ചോദ്യം ചെയ്തതിന്റെ രേഖകളും അയാൾ എന്ത് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചും കൃത്യമായി ഹൈക്കോടതിയുടെ മുമ്പേ അവർ കൊടുക്കാൻ പോവാണ്. ആ കൊടുക്കുന്നതിനകത്ത് സോണിയയ്ക്കുമായി എങ്ങനെയാണ് അയാൾ കണ്ടുമുട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അയാൾ മറുപടി പറഞ്ഞേ കഴിയൂ. അവിടെ എന്തിനാണ് അടൂർ പ്രകാശും ആന്റണിയും ചെന്നതെന്നും നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകൾ എങ്ങനെ അവിടെ എത്തപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായി അയാൾ പറഞ്ഞേ കഴിയൂ. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവൊന്നും അല്ല, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള മികച്ച MP ഒന്നും അല്ല. ഒരു MP-ക്ക് പോലും കാണാൻ കഴിയില്ല. കരുണാകരന് കാണാൻ പറ്റിയില്ല, അവരെ ഹേമന്ത് മിശ്രയ്ക്ക് കാണാൻ പറ്റിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഒരു പോറ്റിക്ക് പോയി കാണാൻ പറ്റുമോ? ഇനി രണ്ടാമത് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിലപ്പുറം ഒരു ആക്ഷേപമുണ്ടോ? ആ താന്ത്രിക കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സത്യസന്ധനാണ് എന്ന് കരുതാൻ കഴിയുമോ? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ശബരിമലയിൽ ഈ താന്ത്രിക അവകാശം? ചെങ്ങന്നൂർ തഹസീൽദാർ അദ്ദേഹത്തിന്റെ പരശുരാമൻ, ചെങ്ങന്നൂർ തഹസീൽദാർ കൊടുത്ത അവകാശമാണ് അദ്ദേഹത്തെ ശബരിമലയിലേക്ക് കയറ്റിയത്.